ഫോർത്ത് വൺ ഈസ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. അതായത് നാലാമത്തെ ഫോം ഓഫ് ബിസിനസ്സാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്നുള്ളതാണ്. നമ്മളിതൊക്കെ +2 ലെവലിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അതേ പോയിൻറ്റ്സ് തന്നെയായിരിക്കും നിങ്ങൾ ഇതിൽ ഇനി ഓരോന്നായിട്ട് കാണുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാവുന്നതാണ്. A joint stock company is created according to the provisions of the Companies Act 1956. Now it's amended as 2013. അതായത് നമ്മൾ എപ്പോഴും ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കമ്പനീസ് ആക്ട് 1956 ആയിരുന്നു ഫസ്റ്റ്. ഇപ്പോൾ അത് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആക്റ്റും. അപ്പോൾ അതിന് ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ട് അമെൻഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിയിട്ട് ചേഞ്ചസ് വരുത്തിയിട്ട് പുതിയതായിട്ട് ഇറക്കുക. അതിനെയാണ് നമ്മളിവിടെ അമെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. അത് അമെൻഡ് ചെയ്തിട്ട് നമ്മൾ ന്യൂ വേർഷൻ ഇറക്കിയിട്ടുള്ളതാണ് 2013. അപ്പോൾ ഇനി നമുക്ക് കമ്പനീസ് ആക്ട് 2013 അനുസരിച്ചിട്ടായിരിക്കും ഇപ്പം നമ്മൾ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് അതൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഇനി നമ്മൾ കമ്പനീസ് ആക്ട് 2013 വന്നിട്ടുള്ള മാറ്റങ്ങളനുസരിച്ചായിരിക്കും. ദ ഓണർഷിപ്പ് ഇസ് വെസ്റ്റഡ് വിത്ത് ദ ഷെയർ ഹോൾഡേഴ്സ്. ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ എപ്പോഴും ഓണേഴ്സിൻ്റെ കയ്യിലായിരിക്കും അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലായിരിക്കും ആ ഓണർഷിപ്പ് എന്നുള്ളതാണ് എപ്പോഴും അവരുടെ കയ്യിൽ ഒതുങ്ങിയിരിക്കുന്നു. It is managed by a board of directors who are the representatives of the shareholders. എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഇവിടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എപ്പോഴും കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അവർ മാനേജ് ചെയ്യുക അവിടുത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. പക്ഷേ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് വെറുതെ ഉണ്ടാവുന്ന ആൾക്കാരാണോ? അല്ല. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അവിടെയുള്ള ഷെയർ വാങ്ങിച്ചിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാർ. അതാണ് ഇവിടെ പറയുന്നത്. All the shareholders of a company have limited liability and they are free to sell or transfer their shares. ഇവിടുത്തെ പ്രത്യേകത വേറൊരെണ്ണം പറയുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ലയബിലിറ്റി എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. അതായത് ഇവിടുത്തെ ഷെയർ ഹോൾഡേഴ്സ് ദാറ്റ് ഇസ് ഓണേഴ്സ് അവരുടെ ലയബിലിറ്റി എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. അതായത് അവർ പർട്ടിക്കുലർ ഷെയർ എത്രയാണോ തന്നിരിക്കുന്നത് അതുമായിട്ട് അത്രയും മാത്രം അവർ ബാധ്യത സഹിച്ചാൽ മതിയായിരിക്കും. ആൻഡ് ദേ ആർ ഫ്രീ ടു സെൽ ഓർ ട്രാൻസ്ഫർ ദെയർ ഷെയർസ്. അവർക്ക് എപ്പോഴും അവരുടെ ഷെയർസ് വിൽക്കാൻ പുറമേ ആർക്കെങ്കിലും തേർഡ് പേഴ്സണ് വിൽക്കാനോ അല്ലെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യുക. ഈ ട്രാൻസ്ഫർ എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊരാൾക്ക് കൊടുക്കുക എന്നുള്ള അർത്ഥം തന്നെയാണ് കേട്ടോ. സെല്ല് ചെയ്യുക എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്. അതാണ് സെൽ ഓർ ട്രാൻസ്ഫർ ദെയർ ഷെയർസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മറ്റുള്ളവർക്ക് നമ്മുടെ ഷെയർ കൊടുക്കാനുള്ളൊരു അധികാരം നമ്മൾ ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീനിങ് ആയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. അതിൽ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ട പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്, പിന്നെ അവരുടെ ലയബിലിറ്റി, പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് മാനേജ് ചെയ്യുന്നത്. ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾ എന്തായാലും ഫോക്കസ് ചെയ്തിട്ട് പഠിക്കണം. ഇനി നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് ഓരോരോ പോയിൻറ്റുകളായിട്ട്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നോക്കാം, ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ. ഇറ്റ് ഈസ് സോ കോൾഡ് ബിക്കോസ് it comes into existence only after registration from the concerned authorities. ഇത് ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ എന്ന ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീനെ പറയാനുള്ള കാര്യം എന്താണ്? എപ്പോഴും അങ്ങനെ ഒരു വിളിപ്പേരിൽ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ എന്ന വിളിപ്പേര് അതിന് വരാനുള്ള കാരണം അതെപ്പോഴും എക്സിസ്റ്റ് ചെയ്യുക, അതായത് അത് പ്രാബല്യത്തിൽ വരിക എപ്പോഴും ഏതിന് ശേഷമായിരിക്കും? നമ്മൾ ഏത് സ്ഥാപനത്തിലാണോ അത് രജിസ്റ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസിൽ ആ കമ്പനി ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി രജിസ്ട്രേഷന് ശേഷം മാത്രമാണ്, ആ കൺസേൺഡ് അതോറിറ്റിയുടെ കീഴിലുള്ള രജിസ്ട്രേഷന് ശേഷം മാത്രമാണ് നമുക്ക് കമ്പനി ഫോമിൽ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ എന്ന് പറയാനായിട്ടുള്ള കാരണം. നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ പോയിൻ്റ് ഉണ്ടെങ്കിൽ അതും കൂടി കമ്പയർ ചെയ്ത് നിങ്ങൾക്കിത് പഠിക്കാവുന്നതാണ്. ഞാൻ വീണ്ടും പറയുന്നു. ആൻഡ് സെക്കൻഡ് വൺ നോക്കാം, ഇവിടുത്തെ മെമ്പർഷിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. A public limited company requires 7 persons and a private company requires minimum 2 persons for incorporation. അതായത് ഇത് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കൂടി ചേർന്നാൽ അല്ലേ, അതിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ മിനിമം എത്ര പേര് ഒരു പബ്ലിക് പൊതുമേഖലാ സ്ഥാപനമാണെങ്കിൽ, പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അതിൽ എത്ര വേണ്ടി വരും? 7 പേഴ്സൺസ് ആണ് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ മിനിമം പ്രൈവറ്റിലാവുമ്പോൾ നമ്മൾ 2 ആൾക്കാരെങ്കിലും മിനിമം നമുക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. And there is no maximum limit in case of a public company and maximum number of members in the case of a private company is 50. പബ്ലിക് കമ്പനി ആയിരിക്കുമ്പോൾ അവിടെ ലിമിറ്റില്ല, അതായത് 7 പേര് മിനിമം വേണമെങ്കിലും അൺലിമിറ്റഡ് ആണ്. മാക്സിമം നമ്പേഴ്സ് എത്ര വേണമെങ്കിലും ആവുക എന്നുള്ളതാണ് പബ്ലിക് കമ്പനിയിലുള്ളത്. അതുപോലെ തന്നെ പ്രൈവറ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മിനിമം 2 ആണ് തുടങ്ങാൻ ആവശ്യം, പക്ഷേ
നമുക്ക് മെമ്പേഴ്സിൻ്റെ എണ്ണം നമുക്ക് ലിമിറ്റുണ്ട്, 50 ആണ്, 50 മേലെ പോകരുത് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ പഠിക്കാം. മെമ്പേഴ്സ്, അപ്പം മെമ്പേഴ്സിൻ്റെ നമ്പർ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിക്കാം. ആൻഡ് നെക്സ്റ്റ് വരുന്നതാണ് ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ. എ കമ്പനി ഈസ് ദ ക്രിയേഷൻ ഓഫ് ലോ ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. എന്തുകൊണ്ടാണ് കമ്പനി ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണെന്ന് പറയാൻ കാരണം എന്താ? ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ എന്നാണ് പറയുന്നത്. വൈ? എന്തുകൊണ്ടാണ്? കമ്പനി എപ്പോഴും നമ്മൾ സ്വയം നമ്മൾ കുറേ പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറേ പേരുടെ പേര് നമ്മൾ പറയുന്നു, ലിസ്റ്റ് ചെയ്യുന്നു, അത് വെച്ച് നമ്മളൊരു കമ്പനി ഉണ്ടാക്കുന്നു. പക്ഷേ അതെല്ലാം ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ നിർമ്മിക്കുന്നത്? അല്ലെങ്കിൽ ആ കമ്പനി നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. ആ ജനറേറ്റ് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയാണ്? ബൈ ലോ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലോ ആണ്. അതായത് ഒരു നിയമവശത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മളൊരു കമ്പനി തുടങ്ങുന്നത്, അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു കമ്പനിക്ക് ഒരിക്കലും ജീവനുണ്ട് എന്ന് പറയാൻ പറ്റില്ല, അത് ലിവിങ് ആണെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് അതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്, ലിവിങ് ആക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കുറേ പേര് കൂടിച്ചേർന്ന് അതിനെ രേഖാമൂലം നമ്മളൊരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത് അങ്ങനെ പ്രവർത്തനം ആരംഭിക്കുന്നതിനെ കൊണ്ടാണ് അതിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത എന്തിനേയും നമ്മൾക്ക് എന്ത് പറയാം? ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് തന്നെയാണ് പറയുക. അത് ലീഗൽ പേഴ്സൺ എന്നും കൂടി പറയാൻ കാരണം നമ്മൾ നിയമത്തിൻ്റെ സഹായത്തോടു കൂടി ക്രിയേറ്റ് ചെയ്യുകയാണ് കമ്പനീനെ. അതുകൊണ്ടാണ് ഇവിടെ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ എന്ന് പറയാനായിട്ടുള്ള കാരണം. അപ്പോൾ ആ പോയിൻ്റ് ശ്രദ്ധിച്ച് തന്നെ നോക്കാം. Fourth one is separate legal entity. A company is treated as a separate legal entity apart from its owners, that is shareholders. എന്തുകൊണ്ടാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എപ്പോഴും അതിനൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടെന്ന് പറയാൻ കാരണം എന്നാണ് പറയുന്നത്. എപ്പോഴും നമ്മൾ കമ്പനീനെ സെപ്പറേറ്റ് ആണ്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞു അതിലത്തെ അവിടെ ഷെയർ കൊടുക്കുന്ന അല്ലെങ്കിൽ ഷെയർ വാങ്ങിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ് അവിടുത്തെ ഓണേഴ്സ് അത് തന്നെ ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ പോലും ആ കമ്പനീനെ അവർ ലീഗലായിട്ട് വേർപ്പെടുത്തി നിർത്തിയിരിക്കണം, അല്ലെങ്കിൽ വേറിട്ടിട്ട് തന്നെയാണ് കമ്പനി നിൽക്കുന്നത്. അതിൻ്റെ ഒരു സെപ്പറേഷൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. കമ്പനിയും ഓണേഴ്സുമായിട്ട്, അതായത് ഷെയർ ഹോൾഡേഴ്സുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ അവിടെ ഉണ്ട്. അതാണ് ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത്. ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ കമ്പനി കനോട്ട് ബി ലയബിൾ ഫോർ ദ ആക്ട്സ് ഓഫ് ദ കമ്പനി. അത് എന്തുകൊണ്ടാണ് അവിടെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. കാരണം ഇവിടെ കമ്പനി എന്ത് ചെയ്താലും അല്ലെങ്കിൽ കമ്പനി ചെയ്യുന്ന ഓരോ ആക്ട്സ്, ഓരോ കാര്യങ്ങൾ, അതിനൊരിക്കലും നമ്മൾ അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സ് ലയബിൾ ആവില്ല എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത്. അതായത് കമ്പനി ഇപ്പോൾ എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ പറയുക അത് കമ്പനിയുടെ പേരിലാണ്. അതായത് ലോസ് ഇൻ കേസ് ഓഫ് കമ്പനി വരികയാണെങ്കിൽ, ഇപ്പോൾ ABC കമ്പനി എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ABC കമ്പനി ഈസ് ഇൻ ലോസ്, ലാസ്റ്റ് ഇയറിൽ ലോസ് ആണെന്നാണ് പറയുക. നമ്മൾ ഇത്ര എമൗണ്ടിന് നമ്മൾ ലോസിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറയും. അല്ലാതെ നമ്മൾ ഓരോരുത്തരെയും പേരെടുത്തിട്ട് മിസ്റ്റർ അവിടുത്തെ ഒരു രാജേഷ് അല്ലെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സിൻ്റെ പേരെടുത്തിട്ടും അല്ലെങ്കിൽ ഷീന അങ്ങനെ ഒരു പേരെടുത്തിട്ട് പറയില്ല എന്ന്. ഇത്രയും മെമ്പേഴ്സാണ് അവിടെ ലോസ് ഉള്ളത്, അവർക്കാണ് ലോസ്, അങ്ങനെ പറയില്ലല്ലോ നമ്മളൊരിക്കലും. കമ്പനിയുടെ പേരിലാണ് നമ്മൾ പറയുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏത് റിപ്പോർട്ടിൽ വന്നാലും നിങ്ങൾ ബാലൻസ് ഷീറ്റൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ആ ബാലൻസ് ഷീറ്റൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ പേര് വെച്ചിട്ടാണോ വരയ്ക്കുക? അല്ല, അത് കമ്പനിയുടെ പേരിലാണ് വരിക. കമ്പനിയുടെ പേരിലാണ് അവിടുത്തെ മൊത്തം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വരിക. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ എന്ന് പറഞ്ഞ ഡേറ്റ് ഇടുന്നു ഓഫ് XYZ ലിമിറ്റഡ്, അങ്ങനെയാണ് വരിക, കമ്പനിയുടെ നെയിമിലാണ് വരിക. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അതിനൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. കമ്പനി എന്ത് ചെയ്താലും അതിൽ നമ്മൾ അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സ്, അതായത് ഓണേഴ്സ്, അതിന് ബാധ്യത ഏറ്റെടുക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. എ കമ്പനി ക്യാൻ സ്യൂ ആൻഡ് ബി സ്യൂഡ് ഇൻ ഇറ്റ്സ് ഓൺ നെയിം ബൈ ഇറ്റ്സ് മെമ്പേഴ്സ് ആസ് വെൽ ആസ് ഔട്ട്സൈഡേഴ്സ്. അതായത് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്പനിയും ഓണേഴ്സുമായിട്ട് അല്ലെങ്കിൽ മെമ്പേഴ്സുമായിട്ട് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ലീഗലി ഇവർ ഒന്നല്ല, ഇവർ വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ ക്യാൻ ബി സ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേസ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരാൾക്ക് നേരെ നമുക്കൊരു പെറ്റീഷൻ കൊടുക്കാം എന്നുള്ള അർത്ഥമാണ് ഇവിടെ പറയുന്നത്. എ കമ്പനി ക്യാൻ സ്യൂ ആൻഡ് ബി സ്യൂഡ്. കമ്പനിക്ക് കേസ് കൊടുക്കാം, അതുപോലെ തന്നെ കമ്പനിക്കെതിരെയും കമ്പനിയുടെ മേലും കേസ് വരാം എന്നുള്ളതാണ് ഇവിടെ അർത്ഥാക്കുന്നത്. ഇൻ ഇറ്റ്സ് ഓൺ നെയിം, പക്ഷേ കമ്പനിയുടെ പേരിൽ മാത്രമായിരിക്കും.
ബൈ ഇറ്റ്സ് മെമ്പേഴ്സ് ആസ് വെൽ ആസ് ഔട്ട്സൈഡേഴ്സ്. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന മെമ്പേഴ്സിന് ഓർ ഷെയർ ഹോൾഡേഴ്സിനായാലും അല്ലെങ്കിൽ അതിന് പുറമേ നിൽക്കുന്ന ആൾക്കാർക്കായാലും കമ്പനിയുടെ പേരിൽ കേസ് കൊടുക്കാം, അല്ലെങ്കിൽ കമ്പനിയുടെ പേരിൽ സ്യൂട്ട് ചെയ്യാം, ഫയൽ ചെയ്യാം എന്നുള്ളതാണ് അർത്ഥം. ഇപ്പം നമ്മൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സാണെന്ന് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഇല്ലീഗലായിട്ട് അവിടെ തോന്നുകയാണെങ്കിൽ നമുക്ക് ആ കമ്പനിയുടെ പേരിൽ കേസ് കൊടുക്കാം. അതുപോലെ തന്നെ കമ്പനിക്ക് തിരിച്ച് നമ്മുടെ പേരിലും കേസ് കൊടുക്കാം. അത്രയാണ് ഈ പോയിന്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പറയുകയാണ് എന്താണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. രണ്ടും വ്യത്യസ്തമാണ്. ഓണേഴ്സും കമ്പനിയും സെയിം അല്ല. ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ രണ്ടും രണ്ട് തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ 4ാമത്തെ പോയിന്റിൽ പറയുന്നത്. ആൻഡ് 5th വൺ നോക്കാം, കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. ദ ഡെത്ത്, ഇൻസോൾവൻസി of any shareholder has no effect on the life of the company. ഇത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്, രണ്ടും രണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കാം, എന്തെങ്കിലും ഒരു മരണം അല്ലെങ്കിൽ ആരെങ്കിലും ഇൻസോൾവൻ്റ് ആയി പോകുക എന്ന് വെച്ചാൽ പാപ്പരായി പോവുക, പൈസ ഇല്ലാത്ത അവസ്ഥ വരിക, ഡെപ്റ്റ്, നമുക്ക് എന്തെങ്കിലും കടങ്ങളുണ്ടെങ്കിൽ അത് അടയ്ക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, അതിനൊക്കെ താഴെ നമ്മുടെ അസറ്റ് നിൽക്കുന്നതിനെയാണ് നമ്മൾ ഇൻസോൾവൻ്റ് ആവുക എന്ന് പറയുന്നത്. ഓഫ് എനി ഷെയർ ഹോൾഡർ ഹാസ് നോ എഫക്റ്റ് ഓൺ ദ ലൈഫ് ഓഫ് ദ കമ്പനി. ഇത് ഷെയർ ഹോൾഡർ ആരെങ്കിലും മരിക്കുകയോ ആരെങ്കിലും പാപ്പരാവുകയോ ഒക്കെ ചെയ്താൽ അതൊരിക്കലും നമ്മുടെ കമ്പനിയുടെ ആയുസ്സിനെ ബാധിക്കുന്നില്ല. അതായത് കമ്പനി ഒരു 1-2 ആൾ മരിച്ചതുകൊണ്ടോ ആരെങ്കിലുമൊക്കെ പാപ്പരായതുകൊണ്ടോ ഒന്നും കമ്പനി നിന്ന് പോയില്ല എന്നുള്ളതാണ്. അതായത് കമ്പനി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, കോമൺ സീൽ. It validates all of its transactions with others. Common seal means the metallic seal of a company which can be affixed only with the approval of the board of directors of the company. ഇവിടെ നമ്മൾ കോമൺ സീൽ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഓരോ സ്ഥാപനങ്ങൾക്ക് ഓരോ തരം സീലുകളായിരിക്കും അല്ലേ. കമ്പനി ആയാലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും അവർക്ക് അവരുടേതായ സീലുകൾ ഉണ്ടായിരിക്കും. അതാണ് മെറ്റാലിക് രൂപം കൊണ്ട് അത് ഉണ്ടാക്കുന്നു. അത് നമ്മൾ എന്താണ് ഇങ്ക് പാഡിൽ നമ്മളത് വെച്ചിട്ട് ആ സീലാണ് നമ്മൾ ഓരോ ഡോക്യുമെൻറ്റ്സിൽ നമ്മൾ സൈൻ ചെയ്യുന്നത്. അതായത് ഒഫീഷ്യലി നോക്കുകയാണെങ്കിൽ ഈ കോമൺ സീൽ എന്ന് പറയുന്നതാണ് ഈ കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് കോമൺ സീലിനെയാണ് നമ്മൾ ഒരു കമ്പനിയുടെ സൈൻ ഇടുക. നമ്മളൊക്കെ സ്വയം നമ്മുടെ സൈൻ ഇടുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ കമ്പനിക്ക് കമ്പനിയുടെ സൈൻ എന്ന് പറയുന്നത് സീലാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ് ആ സീൽ വെക്കുന്നത്? അതായത് അവിടെ എടുക്കുന്ന എല്ലാ ഡിസിഷൻസും അത് അപ്രൂവ് ചെയ്യുന്നുണ്ട്. ആ കമ്പനി അപ്രൂവ്ഡ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കമ്പനി അറിഞ്ഞുകൊണ്ടാണ്, കമ്പനിയുടെ അനുവാദത്തോടു കൂടെയാണ് എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാനാണ് നമ്മൾ സാധാരണഗതിയിൽ സീലുകൾ വെക്കുന്നത്. ഏതൊരു ഡോക്യുമെൻറ്റിലായാലും സീലുകൾ വെക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആദ്യം സീൽ വെക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കുന്നതൊക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നേരത്തെ പറഞ്ഞു, അവരുടെയും അനുവാദത്തോടു കൂടി അവരുടെ അപ്രൂവലോട് കൂടി തന്നെയാണ് നമ്മളൊരു സീൽ ഉണ്ടാക്കുന്നതും അതിൻ്റെ ഡിസൈൻ ചെയ്യുന്നതും എല്ലാം. പക്ഷേ ഇത് ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഈ കോമൺ സീൽ എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ് സംബന്ധമായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസിലും നമ്മൾ നമ്മുടെ കമ്പനി സീല് ഒരു എവിഡൻസിന് വേണ്ടിയിട്ട് വെക്കും. അത് നമുക്ക് കോർട്ടിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. അത്രയും വാലിഡിറ്റി ഉള്ളതാണ് നമ്മുടെ കോമൺ സീൽ എന്ന് പറയുന്നത്. ഇനി 7th പോയിന്റ് നോക്കാം, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ. In a public company, the right of transfer is absolute, but private company may set some restrictions on the right of transfer of shares by the shareholders. ഇത്രയേ ഉള്ളൂ. നമ്മൾ 2 ടൈപ്പ് കമ്പനീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പബ്ലിക് കമ്പനി ആൻഡ് പ്രൈവറ്റ് കമ്പനി. അപ്പോൾ പബ്ലിക് കമ്പനിയിൽ നമുക്ക് നമ്മുടെ ഷെയറിലുള്ള അധികാരം, ആ റൈറ്റ് മറ്റുള്ള ഒരാൾക്ക് സെൽ ചെയ്യാനായിട്ട് നമുക്ക് അബ്സല്യൂട്ടാണ്, നമുക്ക് പറ്റും, തീർച്ചയായിട്ടും പറ്റും. പക്ഷേ അതേപോലെ ആയിരിക്കില്ല പ്രൈവറ്റ് കമ്പനീസിൽ നമ്മുടെ പേരിലുള്ള ഷെയർ മറ്റൊരാൾക്ക് പെട്ടെന്ന് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ഈ കമ്പാരിസൺ മാത്രം നിങ്ങളിവിടെ നോട്ട് ചെയ്താൽ മതി. അതായത് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് എല്ലാത്തിലും പറ്റില്ല, പ്രൈവറ്റ് കമ്പനീസിൽ നമുക്കത് സാധ്യമാവുന്നില്ല എന്നുള്ളതാണ്. അത് ചില പരിമിതികളുണ്ട്, അതായത് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളിൽ പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, 8th വൺ നോക്കാം, limited liability. Liability of a shareholder of a company are limited. It is limited to the amount unpaid on his shares irrespective of the extent of loss suffered by the company. അതായത് ഇവിടെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബാധ്യത എപ്പോഴും ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞു. അത് ഏത് അളവിലേക്കാണ് ലിമിറ്റഡ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.
ഈ ഒരു വ്യക്തി ഒരു ഷെയർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ഷെയറിന് 100 രൂപയാണെങ്കിൽ ആ 100 രൂപയിൽ 80 രൂപ അയാൾ പേ ചെയ്തിട്ടുണ്ട്. ബാക്കി 20 രൂപ ആ ഷെയറിന് വേണ്ടിയിട്ടുള്ള പൈസ ആ ഷെയർ ഹോൾഡർ കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അയാളുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ദ അൺപെയ്ഡ് ഓൺ ഹിസ് ഷെയർസ്. അതായത് ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ദ എമൗണ്ട് അൺപെയ്ഡ് ഓൺ ഹിസ് ഷെയർസ്. അപ്പോൾ 100 രൂപയുടെ ഷെയർ ആണെങ്കിൽ 80 രൂപയാണ് അയാൾ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ ബാക്കി വരുന്ന 20 രൂപ അതാണ് അയാൾ അൺപെയ്ഡ്, അതായത് പേ ചെയ്യാത്തത്. ആ പേ ചെയ്യാത്ത എമൗണ്ടാണ് അയാളുടെ ലയബിലിറ്റി, ആ ഷെയർ ഹോൾഡറിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് കമ്പനിയിൽ. അത് അത്രയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ലോസ് സഫേർഡ് ബൈ ദ കമ്പനി. അതായത് നമ്മൾ ലോസിന് വേണ്ടിയിട്ടുള്ള ബാധ്യത അത് ഏറ്റെടുക്കലല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എക്സ്റ്റെൻറ്റ് ഓഫ് ലോസ്, എത്ര ലോസ് വേണോ അല്ലെങ്കിൽ അത്രത്തോളം ലോസ് നമ്മൾ സഹിക്കേണ്ടി വരും, അങ്ങനെ ഒരു ലയബിലിറ്റി ഇവിടെ അയാൾക്കില്ല. ആ ബാധ്യത ഇയാൾക്കില്ല. ഇയാൾക്ക് എത്രയാണോ അൺപെയ്ഡായിട്ട് നിൽക്കുന്നത്, ഇയാൾ എത്രയാണോ കൊടുക്കാനുള്ളത് ഷെയറിൻ്റെ വാല്യൂ, അത്രയും ബാധ്യത മാത്രമേ ഇയാൾക്ക് അവിടെ സഹിക്കേണ്ടതായിട്ടുള്ളൂ. അങ്ങനെയാണ് ഇവിടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണെന്നുള്ളത് പറയാനായിട്ടുള്ള കാരണം. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് നമ്മൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫീച്ചേഴ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ്. അപ്പോൾ ഇനി നമ്മൾക്ക് അഡ്വാൻറ്റേജസിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേ പോയിൻറ്റ്സ് തന്നെ കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ ഫീച്ചേഴ്സിൽ പറഞ്ഞിരിക്കുന്ന അതേ പോയിൻറ്റ്സ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിട്ടും ഈ അഡ്വാൻറ്റേജസിൽ ചിലതൊക്കെ വരുന്നുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പോയിൻറ്റ്സ് കോമൺ ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അല്ലാതെ വീണ്ടും വീണ്ടും നിങ്ങൾ ബൈഹർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഓരോ പോയിൻറ്റും വായിച്ചു നോക്കുക, എന്നിട്ട് മറ്റേ ഫീച്ചേഴ്സിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ അതായിട്ട് ഒറ്റ കോമൺ ആയിട്ട് രണ്ടിനും കൂടി ഒരെണ്ണം അങ്ങനെ പഠിക്കുക. അല്ലാതെ രണ്ടിനും വേറെ വേറെ സെൻറ്റൻസ് കണ്ട് രണ്ടും നിങ്ങൾ അത് പഠിച്ചു ഇത് പഠിച്ചു അങ്ങനെ നിങ്ങൾ കൺഫ്യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഫസ്റ്റ് പോയിന്റ് നോക്കാം നമുക്ക്. ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. നമ്മൾ നേരത്തെ ലാസ്റ്റ് പറഞ്ഞ പോയിൻ്റാണത്. എങ്ങനെയാണ് ലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലയബിലിറ്റി ഈസ് ലിമിറ്റഡ്, സോ മെമ്പേഴ്സ് personal properties are free from any claim in the case of losses suffered by the company. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ലിമിറ്റഡ് ലയബിലിറ്റിയാണ്, അതായത് അൺപെയ്ഡ് എമൗണ്ട് മാത്രമാണ് ഇവിടെ ലയബിലിറ്റി ആയിട്ട് മെമ്പേഴ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഇവിടെ നമുക്ക് കമ്പനി എന്തെങ്കിലും തരത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ വരികയാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒരിക്കലും നമുക്ക് വിൽക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടി അല്ലെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ പൈസ സംഘടിപ്പിച്ച് കൊടുക്കുക, അതിന് വേണ്ടിയിട്ട് നമ്മുടെ പേരിലുള്ള വസ്തുക്കൾ വിൽക്കേണ്ട സാഹചര്യം ഒന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. അതും നമ്മൾ ഫീച്ചേഴ്സിൽ വന്നിട്ടുള്ളത് തന്നെയായിരുന്നു. It's an artificial legal entity and existence is unaffected by the death or insolvency of its members. ഇത് എപ്പോഴും കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. നമ്മൾ ഇപ്പോൾ അതിൽ മെമ്പേഴ്സിന് വരുന്ന എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ മരണമോ അല്ലെങ്കിൽ അവർ പാപ്പരാവുകയോ അങ്ങനത്തെ അവസ്ഥകൾ, അവരുടെ കയ്യിൽ 10 പൈസ ഇല്ലാത്ത അവസ്ഥകളൊക്കെ വരുമ്പോൾ നമുക്ക് ആ കമ്പനി അടച്ചു പൂട്ടേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ ഒരിക്കലും വരില്ല എന്നുള്ളതാണ്. കാരണം ഇത് സെപ്പറേഷനാണ് അല്ലേ, സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. നമുക്ക് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സണാണ്. അതുകൊണ്ട് തന്നെ മരണം അതിനെ ബാധിക്കില്ല. ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തതെല്ലാം അങ്ങനെ തന്നെയാണ്. ആയുസ്, മനുഷ്യൻ്റെ ആയുസ് പോലെയല്ല അത് ആയുസ് ഉണ്ടായിരിക്കുക. അതായത് വേറെ ആൾ നമുക്ക് പകരം വരികയോ അല്ലെങ്കിൽ നമുക്ക് പകരം വേറെ ഷെയർ വിൽക്കുകയോ ആ സ്ഥാനത്തേക്ക് വേറെ ആൾ വരികയോ ഒക്കെ നമുക്ക് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ മരണം കമ്പനിയുടെ എക്സിസ്റ്റൻസിനെയോ അല്ലെങ്കിൽ പാപ്പരാകുന്നത് കമ്പനിയുടെ തുടർന്ന് പോകുന്ന പ്രവർത്തനത്തെ ഒരിക്കലും ബാധിക്കുന്നില്ല. ആൻഡ് തേർഡ് വൺ ഈസ് ഫ്രീ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ഈ പോയിൻറ്റും നമ്മൾ ഫീച്ചേഴ്സിൽ വന്നത് തന്നെയാണ്. ദിസ് ഹെൽപ്സ് ദ ഷെയർ ഹോൾഡേഴ്സ് ടു എൻകാഷ് ദർ ഷെയർസ് ആസ് ആൻഡ് വെൻ നീഡഡ്. അതായത് ഏത് സമയത്തും നമുക്ക് നമ്മുടെ ഷെയർ മറ്റുള്ളവർക്ക് കൊടുക്കുകയോ അതിൻ്റെ ക്യാഷ് നമുക്ക് തിരിച്ചു വാങ്ങിക്കുകയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ ഒരു ഷെയർ വാങ്ങുമ്പോൾ കമ്പനിയിൽ പൈസ കൊടുത്തിട്ടുണ്ടാവും അല്ലേ, അപ്പം നമ്മൾ അതിനർത്ഥം നമ്മൾ ആ ഷെയർ തിരിച്ചു കൊടുക്കുമ്പോൾ എന്തായിരിക്കും, നമ്മൾ കൊടുത്തിരിക്കുന്ന ആ പൈസ നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് കിട്ടുന്നു. നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അങ്ങനെയല്ല. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഷെയർ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിലും ആ ഷെയറിൻ്റെ പൈസ അയാൾ നമുക്ക് ഇങ്ങോട്ട്, നമ്മുടെ കയ്യിൽ നിന്ന് ഷെയർ വാങ്ങിക്കുന്ന ആൾ നമുക്ക് നമ്മൾ ഷെയർ വിൽക്കുമ്പോൾ അതിൻ്റെ പൈസ നമുക്ക് ഇങ്ങോട്ട് തരുന്നു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ നമുക്ക് നടത്താവുന്നതാണ്. അതിനാണ് നമ്മൾ ഫ്രീ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
And fourth one is large scale operation. A company can mobilize the required amount of capital through the issue of shares and many other sources. ഇവിടെ നമ്മൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് പ്രൈവറ്റിലാകുമ്പോൾ 50 വരെ മാക്സിമം പോവും, പബ്ലിക്കിലാകുമ്പോൾ നമുക്ക് ലിമിറ്റേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടുവോളം ഫണ്ട്, ആവശ്യത്തിലധികം ഫണ്ട് ഇവിടെ പബ്ലിക് ലിമിറ്റഡൊക്കെ ആയിട്ട് തുടങ്ങുന്ന കമ്പനീസ് നമുക്ക് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിന് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫണ്ട് ക്യാപിറ്റലായിട്ട് നമുക്ക് കിട്ടുമ്പോൾ വലിയ വലിയ ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആവശ്യത്തിലധികമോ അല്ലെങ്കിൽ ആവശ്യമുള്ള ക്യാപിറ്റൽ മൂലധനം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് പലതരത്തിലായിരിക്കാം കിട്ടുന്നത്. ചിലപ്പോൾ നമ്മൾ ലോൺസ് ആയിട്ട് എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് അതിൻ്റെ പൈസ ആയിരിക്കും, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ പല മൊബിലൈസേഷൻ ഓഫ് റിസർവ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിന് വേണ്ടി ഫണ്ടായിട്ട് അവൈലബിൾ ആയിട്ട് വരുന്നു. ബോൺസൊക്കെ ആയിട്ട് അങ്ങനെ വരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ എമൗണ്ട് വെച്ച് നമുക്ക് ഈ ബിസിനസ് തുടർന്നുകൊണ്ട് പോകാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഫണ്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഒരു ചെറിയ ബിസിനസ് ആയിരിക്കില്ല അതിന് സ്റ്റാർട്ട് ചെയ്യുക. വലിയ ബിസിനസ്, അത്യാവശ്യം വലിയ ബിസിനസ് തന്നെയായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് ആ പൈസയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ അത് തുടർന്നുകൊണ്ട് പോകാനുള്ള ക്യാഷിന് വേണ്ടി നമ്മൾ വീണ്ടും കൈ നീട്ടേണ്ട ഒരു അവസ്ഥ നമുക്ക് വരില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. നെക്സ്റ്റ് നോക്കുക, ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇറ്റ് ഗിവ്സ് എംപ്ലോയ്മെൻറ്റ് ടു ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. നമ്മൾ ഫസ്റ്റ് നമ്പർ വെച്ച് തന്നെ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പം പ്രൈവറ്റിലാവുമ്പോൾ വരെ 50 വരെ പോകുന്നുണ്ടെങ്കിലും പബ്ലിക്കിലാവുമ്പോഴും എത്രയാണ്, അൺലിമിറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് വരും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയായാൽ പോലും നമുക്ക് ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കും, അല്ലേ? അപ്പോൾ അതിൽ വരുന്ന ഇപ്പം ഇൻ കേസ് 50 പേരാണെങ്കിലും 40 പേരാണെങ്കിലും ആ ജോലി കൊടുക്കുന്നതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ്? ആ ജോലിക്ക് വരുന്ന ഓരോ ഫാമിലീസിനും അവരുടെ ശമ്പളം കൊണ്ട് പഠിപ്പിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പലരും ഉണ്ടായിരിക്കാം. അപ്പം നമ്മുടെ ഹെൽപ്പോട് കൂടി തന്നെ മറ്റൊരാൾക്ക് ജോലി കിട്ടാനുള്ളൊരു സാഹചര്യം കൂടി ഇവിടെ ഒരുക്കുകയാണ്. അതായത് നമ്മൾ ജോലി ചെയ്ത് ഇപ്പോൾ ഈ പബ്ലിക് ലിമിറ്റഡിലും പ്രൈവറ്റ് ലിമിറ്റഡിലൊക്കെ ജോലി ചെയ്ത് കൊണ്ട് ചെന്ന ക്യാഷ് കൊണ്ട്, പൈസ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ വീട്ടിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുമ്പോൾ അവരും നല്ലൊരു ജോലിയിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ, ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ് നമുക്ക്. സാധാരണ കമ്പനീസ് ആയാൽ പോലും ഒരുപാട് ജോലികൾ വരും, അതറിയാമല്ലോ നിങ്ങൾക്കിപ്പോൾ. ഒരു വലിയ കമ്പനി ആകുമ്പോൾ തന്നെ അവിടെ പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, അവിടെ ഒരുപാട് സ്റ്റാഫുകൾ വേണം. അപ്പോൾ അവിടെ അവർക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ള അറ്റൻഡേഴ്സ് വേണം, അതുപോലെ തന്നെ ക്ലീനിങ് സ്റ്റാഫുകൾ വേണം. ഇപ്പോൾ ഒരു ക്യാൻറ്റീൻ, വലിയ കമ്പനീസ് ആകുമ്പോൾ ക്യാൻറ്റീൻ ഉണ്ടാവും, അപ്പോൾ ക്യാൻറ്റീൻ സ്റ്റാഫുകൾ വേണം. അത് ഡെലിവറി ചെയ്യാനുള്ള ആൾക്കാർ, അതായത് ക്യാൻറ്റീനിലേക്കുള്ള ഐറ്റംസ് കൊണ്ടുവരാനായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം. പിന്നെ ബസ്സുകളുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ബസ്സുകൾ ഓടിക്കാനുള്ള ഡ്രൈവേഴ്സ് ഉണ്ടായിരിക്കാം, അതിൻ്റെ ക്ലീനിങ് സെക്ഷൻ ഉണ്ടായിരിക്കാം, അടിച്ചു വാരുന്ന ചേച്ചിമാർ മുതൽ, അതായത് അങ്ങനെ ലോവർ ലെവലിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് മുതലുള്ള ഒരുപാട് പേർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു. അങ്ങനെ അവരുടെയൊക്കെ ഫാമിലീസിനും അത് ഉപകാരമായിട്ട് മാറുന്നു. അപ്പോൾ അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു കമ്പനിയാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്നുള്ളത്. ആൻഡ് ലാസ്റ്റ് വൺ നോക്കാം, എൻകറേജസ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. People who invest money in shares and debentures will get reasonable return in the form of dividend, interest and capital gains. അത് നമ്മൾ വെറുതെ ഒരു കമ്പനി തുടങ്ങുക എന്ന് ഉദ്ദേശിക്കുന്നത് ആൾക്കാർക്ക് വെറുതെ ഇരുന്ന് ചെയ്യുന്നതല്ല. അവരൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സേവിങ്സ് ആണ്. അതായത് നമ്മുടെ എപ്പോഴും ഇങ്ങനത്തെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിലൊക്കെ ഷെയറുകൾ വാങ്ങിക്കുന്ന ആൾക്കാർ ഒരുപാട് ക്യാഷ് അവരുടെ കയ്യിൽ ഇരുന്നിട്ട് അവരതെങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ടേ, അത് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരത് ചെയ്യുന്നുണ്ടാവുക. കൂടുതൽ പേരും അങ്ങനെയായിരിക്കും. 50% അങ്ങനെ തന്നെയായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുക. അവർ വെറുതെ ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല, അവർക്ക് എന്ത് കിട്ടണം? അതിൻ്റെ ലാഭം അവർക്ക് കിട്ടണം. അപ്പം നമ്മൾ എത്രയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ, അതിനനുസരിച്ചുള്ള ലാഭത്തിൻ്റെ വിഹിതം നമുക്ക് പല രൂപത്തിൽ കിട്ടും. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പം നമ്മൾ ഷെയറാണ് പർച്ചേസ് ചെയ്തതെങ്കിൽ അത് നമ്മൾ ലാഭത്തിൻ്റെ വിഹിതമായിട്ട് നമുക്ക് അതിന് ഡിവിഡൻഡ് കിട്ടുന്നു. അതുപോലെ ഡിബെഞ്ചർ ആണെങ്കിൽ അതിന് പലിശയായിട്ട് ഇൻട്രസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നു. അതുപോലെ വേറെ തരത്തിലുള്ള ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെയും ഒരു ഭാഗം നമുക്ക്, ബോണ്ടാണെങ്കിലും അതിനും ഇൻട്രസ്റ്റ് കിട്ടുന്നു. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ആണെങ്കിലും അതിന് ഡിവിഡൻഡ് തന്നെ കിട്ടുന്നു. അപ്പോൾ പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ റിട്ടേൺ കിട്ടുന്നു. അതൊക്കെ കൂടുതലായിട്ട് നമ്മൾ സേവ് ചെയ്യാനും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു മോട്ടിവേഷൻ മറ്റുള്ളവർക്ക് കൊടുക്കാനും വേണ്ടിയിട്ട് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഹെൽപ്പ് ചെയ്യുന്നു. കാരണം നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയിൽ നമുക്ക് പ്രോഫിറ്റ് തന്നെയാണ് വരുന്നതെങ്കിൽ
എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് പറയും ഞാൻ ഇങ്ങനെ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് പ്രോഫിറ്റൊക്കെ വരുന്നുണ്ട്, എനിക്ക് നല്ല രീതിയിൽ എല്ലാ മാസവും കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു എൻകറേജ്മെൻ്റ് ആണ് സേവിങ്സിന്. ഓക്കെ, എന്നാൽ ഞങ്ങളും അവിടെ ഇൻവെസ്റ്റ് ചെയ്തേക്കാം, ഷെയർ ഇനിയും കൊടുക്കാനുണ്ടെങ്കിൽ പറയണം, അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ സേവിങ് മെൻറ്റാലിറ്റി നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ കൂടാനായിട്ടുള്ളൊരു സാധ്യത ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് നമ്മൾ അഡ്വാൻറ്റേജസ് ആയിട്ട് പഠിക്കേണ്ടത്. നെക്സ്റ്റ് ഈസ് ലിമിറ്റേഷൻസ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഇനി എന്തൊക്കെയാണ്, ഇപ്പം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരുപാട് അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഫീച്ചേഴ്സൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ കണ്ടിട്ടുള്ളൂ. ഇനി ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ലിമിറ്റേഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നോക്കാം, കോംപ്ലെക്സ് പ്രൊസീജിയർ. The promoters have to go through many legal formalities in order to set up a company. നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഇപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിലും പാർട്ട്ണർഷിപ്പിലൊക്കെ അല്ലെങ്കിൽ അതിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, പലതരത്തിലുള്ളതുണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഫോർമാലിറ്റീസ് കുറച്ച് കുറവായിരിക്കും, അല്ലെങ്കിൽ ലെസ് ഫോർമാലിറ്റീസാണ്. ഈ ഫോർമാലിറ്റീസിലെ കേസിൽ ഏറ്റവും ഹൈ ആയിട്ട് നമ്മൾ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ട് ഏറ്റവും അധികം നിൽക്കുന്നത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ്. അതായത് ഒരുപാട് ഓഫീസുകൾ നമുക്ക് കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരുന്നു എന്നുള്ളതാണ്. പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പ്രൊമോട്ടേഴ്സാണ് നമ്മുടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അവരാണ് ഇനീഷ്യലായിട്ട് എല്ലാ കാര്യങ്ങളും, അതായത് അഡ്വർടൈസ്മെൻറ്റ് മുതൽ നമ്മുടെ കമ്പനിയുടെ പരസ്യം ചെയ്യൽ മുതൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനെ കണ്ടെത്തുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ പ്രൊമോട്ടറാണ്. അപ്പോൾ ഈ പ്രൊമോട്ടേഴ്സിന് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും അത്രയും പ്രഷർ എടുക്കേണ്ടതായിട്ട് വരും എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് നമ്മൾ മിസ്സാവുകയോ സബ്മിറ്റ് ചെയ്യാൻ വൈകുകയോ അല്ലെങ്കിൽ എല്ലാവരുടെ കയ്യിൽ നിന്നും ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യുക, അതിൻ്റേതായ രേഖകൾ ചെയ്യുക, അത് അറ്റസ്റ്റ് ചെയ്യുക, അത് പല സ്ഥലത്ത് സബ്മിറ്റ് ചെയ്യുക, രജിസ്ട്രേഷന് മുമ്പ് എല്ലാം റെഡിയാക്കുക, ക്യാഷ് റെഡിയാക്കുക, ഇങ്ങനെ ഒരുപാട് ഫോർമാലിറ്റീസ് ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്കുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, എപ്പോഴും ഇവിടെ നമ്പർ അൺലിമിറ്റഡ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ ചിലർക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും വരാം. അപ്പോൾ ഈ പ്രൊസീജിയേഴ്സ് വീണ്ടും ആവർത്തിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരുപാട് നൂലാമാലകളുള്ള ഒരു പ്രൊസീജിയർ തന്നെയാണ്, വളരെ ദുർഘടം പിടിച്ച ചില വഴികൾ തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പോകേണ്ടി വരിക എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് പേര് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടും വരും. നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആകുമ്പോൾ ഒരു കമ്പനി തുടങ്ങാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ ഈ അഡ്വാൻറ്റേജസിൽ പറഞ്ഞ പോലെ അത്ര എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല. അത് നമ്മൾ പറയും എന്നല്ലാതെ പ്രാവർത്തികമായിട്ട് ആ കമ്പനിയിലേക്ക് എത്തുക എന്നുള്ളത്, അത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ബുദ്ധിമുട്ടായി അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു ഓർഡറിൽ അത് പോകുമ്പോൾ മാത്രമേ നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്ത് സമാധാനമായിട്ട് ഇരിക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് വൺ നോക്കുക, എക്സ്പെൻസീവ്. Its cost for formation of a company is quite high. It has to approach large number of people to mobilize the required capital. നേരത്തെ നമ്മൾ കോംപ്ലക്സ് പ്രൊസീജിയറിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരുപാട് എക്സ്പെൻസീവാണ്. ഇപ്പം പറഞ്ഞല്ലോ, നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പരസ്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ നമ്പർ ഓഫ് മെമ്പേഴ്സ് കൂടുതലായതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ എത്ര വട്ടം പോകേണ്ടി വരും എന്നുള്ളതാണ് അവിടുത്തെ വേറൊരു പോയിന്റ്. കാരണം നമുക്ക് ഈ പ്രൊമോട്ടേഴ്സിനായാലും ആർക്കായാലും നമ്മൾ ഈ കമ്പനിയിലേക്ക് വരുന്ന മെമ്പേഴ്സിനെ നമുക്ക് ക്യാൻവാസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. അവരെ നമ്മൾ വിശ്വസിപ്പിക്കേണ്ടതായിട്ട് വരും. അതായത് ഞങ്ങളുടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഇങ്ങനെയാണ്, ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഇങ്ങനെയാണ്, ഈ തരത്തിലുള്ള ഒരു കമ്പനി, ഏത് തരത്തിലുള്ള കമ്പനിയാണ് നമ്മൾ തുടങ്ങുന്നത് എന്നുള്ളത്, നമ്മൾ ബാങ്കിങ് ടൈപ്പാണോ ഇങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ട് അവർ തൃപ്തിപ്പെട്ടാൽ മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്ന മെമ്പേഴ്സൊക്കെ ഈ കമ്പനിയുടെ ഷെയർ വാങ്ങിച്ച് അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഓടിച്ചെല്ലുമ്പോഴേക്കും അവർ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുമോ? ഇല്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് 1, 2, 3, 4 പ്രാവശ്യം അവരെ നേരിട്ട് പോയി തന്നെ കാണേണ്ട അവസ്ഥയുണ്ട്. അതൊക്കെ നമുക്ക് വെറുതെ പോകാൻ പറ്റുമോ? നമുക്ക് പെട്രോൾ അടിക്കണ്ടേ? അല്ലെങ്കിൽ വാഹനത്തിലാണ് പോകണമെങ്കിൽ അതിൻ്റേതായ ചിലവുകൾ നമുക്കില്ലേ? അത് നിങ്ങൾ അന്ന് ആലോചിക്കണം. നമ്മൾ ചിലപ്പോൾ തൊട്ടടുത്തുള്ള ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കില്ല, ചിലപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് പിടിച്ചു പോകേണ്ട അല്ലെങ്കിൽ അത്രയും പോയിട്ട് വരെ അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ട ആളെ വരെ നമുക്ക് കാണേണ്ട കാര്യങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ചിലവുകൾ, ഇനീഷ്യൽ കോസ്റ്റ് വരും എന്നുള്ളതാണ് പറയുന്നത്. ഒരു കമ്പനി തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ചിലവുകൾ ഒരുപാട് വരും. വലിയ കമ്പനി ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അതൊന്ന് രൂപപ്പെടുത്തി അതൊരു ബിൽഡിംഗ് ആക്കി എടുക്കണം, എന്നിട്ട് അതിൻ്റെ ഫെസിലിറ്റീസ് എല്ലാം റെഡിയാക്കണം അല്ലേ. ബാത്റൂം മുതൽ ഓഫീസസ് വരെ AC, കൂളിംഗ്, അങ്ങനെ പല
സ്ട്രക്ചർ നമുക്ക് വെൻറ്റിലേഷൻ അടക്കം എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നടത്തണം ഒരു കമ്പനിയിൽ എന്നുള്ള ഒരുപാട് റിസ്ക് ഫാക്ടറുകളാണ് ഈ എക്സ്പെൻസീവിൽ വരുന്നത്. അപ്പോൾ ഈ അത്രയും ചിലവ് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ വിരിക്കുന്ന ടൈൽസ് മുതൽ, അല്ലെങ്കിൽ ടൈൽസ് ആണെങ്കിൽ അങ്ങനെ ഏത് മെറ്റീരിയലാണ് വിരിക്കുന്നത്, അങ്ങനെ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ നമ്പർ ഓഫ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾ, അവർക്ക് വേണ്ടി ചെയ്യുന്ന എക്സ്പെൻസസ് അടക്കം നമ്മളിവിടെ വഹിക്കേണ്ടതായിട്ട് വരും സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് പറഞ്ഞാൽ അത്രയും ഹൈ ആയിരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയൊരു എമൗണ്ട് ആയിരിക്കില്ല അതിന് വരിക. നമ്മൾ വിചാരിക്കും ഇത്രയും രൂപ കൊണ്ട് അവസാനിക്കും എന്ന് വിചാരിക്കുമെങ്കിലും ഒരു പടി നമ്മൾ മുന്നോട്ട് പോയി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീമെറിറ്റായിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. തേർഡ് വൺ നോക്കുക, കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ്. ഷെയർ ഹോൾഡേഴ്സ്, ദാറ്റ് ഇസ് ഓണേഴ്സ്, ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ദാറ്റ് ഇസ് മാനേജ്മെൻറ്റ്, മേ ഹാവ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ്. Board of directors misuse or misappropriate the money invested by the shareholders. ഇത് നമ്മൾ എപ്പോഴും ഓർത്ത് വയ്ക്കേണ്ട ഒരു പോയിൻ്റാണ്, കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടൊരു മനുഷ്യരൊന്നുമല്ല, നമ്മളിൽ നിന്ന് തന്നെ, അതായത് ഓണേഴ്സിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സായിട്ട് ഇരിക്കുന്നത്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സായിട്ട് അവർ മാറിക്കഴിഞ്ഞാൽ അവർ മാനേജ്മെൻറ്റാണ് ചെയ്യുക. നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഓണേഴ്സ് ആണെന്നുള്ളതൊക്കെ ശരിയാണെങ്കിൽ പോലും കമ്പനി മാനേജ് ചെയ്യുന്നത് എപ്പോഴും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടെ ഷെയർ ഹോൾഡേഴ്സിനുള്ള ഇൻട്രസ്റ്റും, അതായത് ഈ ഷെയർ ഹോൾഡേഴ്സ് ആസ് ഓണേഴ്സിനുള്ള ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുള്ള ഇൻട്രസ്റ്റും രണ്ടായി പോവുകയാണ്, രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് മാറുകയാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മിസ്യൂസ് ഓർ അപ്രോപ്രിയേറ്റ്, അതായത് ഇവർ തലപ്പത്തേക്ക് പോവുകയാണ് അല്ലേ, നമ്മുടെ കൂടെ നിന്നിരുന്നവരാണ് തലപ്പത്തേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ അവർ ഹൈ ടോപ്പ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ഭാവത്തിലും രൂപത്തിലും അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലൊക്കെ മാറ്റം സംഭവിക്കാം. എല്ലായ്പ്പോഴും അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമ്മളിൽ നിന്ന് വേറിട്ടിട്ടുള്ള ഒരു ഹൈ ക്ലാസ് ആയിട്ട് അവർ മാറുമ്പോൾ നമ്മുടെ ക്യാഷ് അല്ലേ, നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള രൂപ കൊണ്ടാണ് അവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതൊക്കെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവർ കൈകാര്യം ചെയ്യുമ്പോൾ അത് തിരിമറി നടത്താൻ, അത് നമ്മൾ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം വരുന്നത്. നമ്മളിൽ നിന്ന് പോയവരാണെങ്കിലും അവരാണ് ഡീൽ ചെയ്യുന്നത്, മാനേജ്മെൻറ്റ് അവരാണ് നടത്തുക. അപ്പോൾ അതിൽ നിന്ന് പൈസ തട്ടിക്കാനും അല്ലെങ്കിൽ അവർ തന്നെ വെട്ടിപ്പുകളൊക്കെ നടത്തി അവരുടെ പോക്കറ്റിൽ സ്വന്തമാക്കിയിട്ടാക്കാനുള്ള ചാൻസസ് ഈസ് ഹൈ എന്നുള്ളതാണ്. കാരണം അവർക്ക് മറ്റ് ഓണേഴ്സിനെ അറിയാം, അവർക്ക് ആർക്കൊക്കെയാണ് അവർക്ക് വിവരമുള്ളത്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആക്റ്റീവായി നിൽക്കുന്ന ആരാണ്, അങ്ങനെയുള്ള ആൾക്കാരാരാണ്, അവരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ള ഒരു ടെക്നിക്കൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അറിയുന്നുണ്ടാവാം. അങ്ങനെയാകുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും, അതായത് ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെയും ഇൻട്രസ്റ്റുകൾ തമ്മിലൊരു ഉരസൽ വരികയാണ്. അതായത് ഷെയർ ഹോൾഡേഴ്സ് എപ്പോഴും പ്രോഫിറ്റ് വേണം, അത് അവർക്ക് കറക്റ്റ് റേഷ്യോയിൽ കിട്ടണം എന്നുള്ളത് തന്നെയാണ് അവർ ആഗ്രഹിക്കുക. പക്ഷേ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇവർക്ക് അതെങ്ങനെ കുറച്ച് കൊടുക്കാം എന്നുള്ളൊരു കാര്യമായിരിക്കും ആലോചിക്കുക. ബിക്കോസ് എന്താണ്, നമ്മളൊരു കമ്പനിയുടെ ടോപ്പ് പൊസിഷനിൽ ഇരിക്കുമ്പോൾ കമ്പനിയുടെ ലാഭമാണ് അവർ നോക്കുക, അല്ലാണ്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലാഭമല്ല നോക്കുക. കമ്പനി ലാഭത്തിൽ പോകുന്നുള്ള ഒരു രീതിക്ക് ഷെയർ ഹോൾഡേഴ്സിന് കുറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ഒന്ന് ഇരുത്താനുള്ള, അല്ലെങ്കിൽ അവരെ ഒന്ന് മയപ്പെടുത്തി കൊണ്ടുപോകാനുള്ള ടെക്നിക്കുകളായിരിക്കാം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നോക്കുക. അപ്പോൾ രണ്ടും തമ്മിൽ അന്തരങ്ങൾ വരികയാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നവർ എപ്പോഴും നമ്മൾ ലാഭമാണ് വേണ്ടത്. അപ്പോൾ അതിലിത്തിരി കുറവ് വന്നാൽ നമ്മൾ പ്രതികരിക്കും അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്അപ്രോപ്രിയേഷൻ, എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ നമ്മൾ ചൂണ്ടിക്കാണിക്കും. അത് ഇവിടെ ഒരു പ്രശ്നമായിട്ട് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആൻഡ് നെക്സ്റ്റ് നോക്കുക, ഡിലേ ഇൻ ഡെസിഷൻ മേക്കിംഗ്. ഡെസിഷൻ മേക്കിംഗ് ഈസ് വെരി കോംപ്ലെക്സ്, അത് നമുക്കെല്ലാവർക്കും അറിയാം. ബിക്കോസ് ഇറ്റ്സ് ഫോർമുലേറ്റഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, പ്രൊസീജിയറൽ ഡിലേസ് ആർ വെരി കോമൺ. ഇവിടെ ഇത്രയും വലിയൊരു കമ്പനി ആകുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാവുന്നതാണ്, അവിടെ തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അത് ഫോർമുലേറ്റ് ചെയ്യുന്നത്, ആ തീരുമാനങ്ങൾ അവസാനം എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള പ്രൊസീജിയർ, അതായത് ഓരോ തീരുമാനം എടുക്കുമ്പോഴുള്ള ഓരോരോ സ്റ്റെപ്പുകൾ ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ട്, ആ സ്റ്റെപ്പുകൾ നമുക്കെപ്പോഴും വൈകിപ്പിക്കും എന്നാണ് പറയുന്നത്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും ഒരു വൈകിപ്പിക്കലാണ് ഇവർ ചെയ്യുക.
എ കമ്പനി മസ്റ്റ് ഫുൾഫിൽ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ലേഡ് ഡൗൺ ഇൻ കമ്പനീസ് ആക്ട്, മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒഫീഷ്യലായിട്ട് ഒരുപാട് നമുക്ക് ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ട് വരും. മുന്നേ നമ്മളിവിടെ നിർമ്മിച്ച് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കമ്പനിയുടെ റൂൾസ്, അല്ലെങ്കിൽ അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അതിൽ വരുന്നവരുടെ പേരുകൾ, അഡ്രസ്സുകൾ, അതൊക്കെ നമുക്കറിയാലോ, കുറേ ഡീറ്റെയിൽസ് അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മെമ്മോറാണ്ടം, കമ്പനീസ് ആക്ട് 2013, അതൊക്കെ അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കിവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ചെറിയൊരു തീരുമാനം എടുക്കുമ്പോൾ പോലും നമുക്ക് ഇതൊക്കെ നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ലീഗൽ ഡോക്യുമെൻറ്റ്സ് ആയിട്ടുള്ള ഈ മെമ്മോറാണ്ടത്തിലും അതുപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൊക്കെ വരുന്ന കാര്യങ്ങൾക്ക് എതിരായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെയൊക്കെ ഓർഡറും ഏതൊക്കെ പേപ്പറുകൾ ആദ്യം സബ്മിറ്റ് ചെയ്യണം, അത് കഴിഞ്ഞ് പിന്നെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അയാൾ ഒപ്പുവെക്കണം, അത് കഴിഞ്ഞ് അയാളുടെ താഴെ വല്ല മാനേജർമാരുണ്ടെങ്കിൽ അയാൾ ഒപ്പുവെച്ച് മറ്റു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കണം, അത് കഴിഞ്ഞ് പിന്നെ ലോവർ ലെവലിലേക്ക് കൊടുക്കണം. അങ്ങനെ ഓരോരോ പ്രൊസീജിയറാണ്. അങ്ങനെയൊക്കെ ആയി വരുമ്പോൾ ചിലപ്പോൾ ഒരു ഡിസിഷൻ എടുത്ത് അതൊക്കെ പ്രാബല്യത്തിൽ വരണമെങ്കിൽ മിനിമം ഒരു 2 മാസമോ ഒക്കെ നമുക്ക് പിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ ഇവിടെ നടപ്പിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് പറയുന്നത്. അത് ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ പറയണ്ട. അപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു ശമ്പളം പരിഷ്കരണം വന്നു എന്ന് ഇരിക്കുക. ആ പരിഷ്കരണം വന്നിട്ട് നമ്മുടെ കയ്യിൽ വർക്ക് ചെയ്യുന്നവരുടെ കയ്യിൽ അത് എത്തിയെടുക്കണമെങ്കിൽ മിനിമം 6-7 മാസമൊക്കെ എന്തായാലും കഴിയും. അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട്, അതായത് ഉത്തരവ് വന്നിട്ട് നമുക്കതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ ഒരു 6-7 മാസം പിന്നെയും വെയിറ്റ് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയാണ് ഉള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിലും വരുന്നത് എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കാം. എക്സസീവ് ലീഗൽ ഫോർമാലിറ്റീസ്. Formation and operation of a company are subjected to excessive legal formalities. Severe penalties are imposed in case of violations of the rules and regulations. ഇവിടെ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് റൂൾസ്, നിയമങ്ങളൊക്കെ ഒരുപാട് കൂടുതലാണ്. നിയമങ്ങൾ ഒരുപാട് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് ഇവിടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ വരികയാണ്. അപ്പോൾ അത് നമ്മുടെ കമ്പനിയുടെ ഒരു നടത്തിപ്പിനെയൊക്കെ വളരെ അധികമായിട്ട് നമ്മളെ ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റുകളോ അല്ലെങ്കിൽ ഡിലേസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് പെനാൽറ്റി അടക്കേണ്ടി വരിക. നമ്മൾ ഡിലേ ആക്കി കഴിഞ്ഞാൽ പെനാൽറ്റി, അതുപോലെ തന്നെ വയലേഷൻ, നമ്മൾ ഏതെങ്കിലും നിയമങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഫൈനുകൾ അടയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൂടുതലാണ്. അപ്പോൾ ചിലപ്പോൾ ചെറിയൊരു ഡിലേക്ക് പോലും നമ്മൾ അത്രയധികം പെനാൽറ്റി അടയ്ക്കേണ്ടതായിട്ട് സഹിക്കേണ്ടതായിട്ടൊക്കെ വരും എന്നുള്ള ഒരു പോയിൻ്റോട് കൂടിയാണ് ഇവിടെ ലിമിറ്റേഷൻസ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾ ആലോചിക്കുക. അവിടെ നമ്മൾ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ മിക്ക കാര്യങ്ങളും ഇവിടെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്ന പോയിൻ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡിസഡ്വാൻറ്റേജ് ഇവിടെ അതേ പോയിൻ്റ് തന്നെ എങ്ങനെ അഡ്വാൻറ്റേജ് ആയ അതേ പോയിൻ്റ് തന്നെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വേണം ഈ ലിമിറ്റേഷൻസ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്.